അദ്ധ്യായം 68. സഫർജലും മണിക്കുന്തിരിക്കവും. സഫർജലേറ്റം നല്ലതാദാഹത്തിനും അതുപോലെ കുടലിനും നല്ലതാണ് ബലത്തിനും. തിന്നുന്നതും പതിവാക്കി ഗർഭിണിയും ഇത് പ്രസവിക്കുമെന്നാ കുട്ടികൾ അഴകുള്ളത്. വിശിഷ്യമാസം 3 ആയാൽ പിന്നെ ഫലം കൂടുതൽ ഉണ്ടെന്ന് തന്നാ പൊന്നേ. സഫർജലീർച്ചപ്പൊടിയുടുള്ളിൽ പൂഴ്ത്തണം, അത് ദീർഘകാലം തന്നെ കേടില്ലറിയണം. അത് കത്തികൊണ്ട് മുറിച്ചു തിന്നരുതെന്നാ കൈകൊണ്ട് പൊട്ടിച്ചാകണം അതു നന്നാ. മുറിക്കുന്നതിൽ ജലം പറ്റുമെന്നാണുള്ളത്, പൊട്ടിച്ചു തിന്നലിൽ മാറ്റമാ പറയുന്നത്. കൈകൊണ്ടതും നബി ഒരു ദിനം ഖദ് കസ്സറാ, അതിൽ നിന്നുമൽപ്പം നൽകി തിന്നത് ജഅഫറാ. പറയുന്നു നബി അവരോട്, തിന്നിത് ലൗനിനെ തിളക്കം വരുത്തും ഹുസ്നിയത്തും വൽദിനെ. മറ്റുള്ള പഴമിരിക്കും സ്ഥലത്ത് സഫർജലും വെച്ചാലിതല്ലാതുള്ളതൊക്കെ ഹലാക്കിലും. പറയുന്നു ദായിറ നല്ലതാണ് സഫർജലും, വസ്വാസ് മാറുന്നുണ്ട് ചുമയും നീങ്ങലും. കൂടാതെ മടിയും മാറ്റുമെന്നാ ഭീതിയും. ജലദോഷമേതുണ്ടോ അതെല്ലാം തന്നെയും. ഇളക്കം വയറ്റിന് അധികമായാൽ തിന്നിത്, എന്നാലുടൻ അത് നിൽക്കുമെന്നാണുള്ളത്. വിയർപ്പിന് സുഗന്ധം നൽകുവാനിത് മെച്ചമാ, മൂത്രച്ചുടിച്ചിൽ തടയുവാനും കേമമാ. ചൂടുള്ള ഭക്ഷണം നീ കഴിച്ചുടൻ തന്നെ കുടിക്കല്ലേ ബാരിത് കേട് പല്ലിന് തന്നെ. അതുപോലെ ഹൽവ തിന്നു എന്നാലും അത് പാടില്ല എന്നാ സോദരാ പറയുന്നത്. കാരക്ക മുന്തിരി മറ്റ് മധുര പദാർത്ഥവും മോണയ്ക്കു കേടാ കൂടുതൽ ഉപയോഗവും. നീ ഉപ്പ് കൂടുതൽ ചേർത്തു തിന്നരുതെന്നാ അതുകൊണ്ട് കാഴ്ച കുറഞ്ഞിടുന്നതു തന്നാ. മുന്തിരി പഴുത്തത് ദിവസം 21 തിന്നാൽ നിനക്കില്ല സുഖമേ ജസദിന്നെ. അതു കഴുകണം നീ നല്ല വെള്ളം കൊണ്ട്, എന്നിട്ടു വേണം തിന്നലും എന്നുണ്ട്. മണവസ്തു കണ്ണിന് മെച്ചമാ തലച്ചോറിനും, കൂടാതെ സന്തോഷം റഖീബ് അതീദിനും. ചൂടുള്ള കാലം കുളി തണുത്തതിൽ വേണ്ടതാ, അതുപോലെ ശൈത്യമിൽ ചൂടിലും വേണ്ടുന്നതാ. ബിത്നത്ത് മൂലം വന്നിടും തലവേദന, ചെങ്കണ്ണ് ഫാലജ് പിന്നെയും പലയാതന. ചെവിക്കുത്ത് വയറിളക്കം തുടങ്ങിയ രോഗവും വരുമെന്ന് ജാലീനൂസിനുണ്ടഭിപ്രായവും. വയറൊന്നിളക്കൽ ജസദിനേറ്റം നല്ലതാ, ചെടികൾക്ക് വെള്ളം പോലെയാണെന്നുള്ളതാ. നീ രാത്രിയിൽ ഉറങ്ങാൻ തുനിഞ്ഞാൽ പിന്നെ തണ്ടാസിലൊന്ന് കടന്നിറങ്ങുക തന്നെ.
ഹജ്ജാജിനോട് വിദഗ്ധനായൊരു വൈദ്യനാ ഉപദേശമായി ഇത് നൽകിയത് ഇഖ്വാനനാ. തലവേദനക്ക് നിരണ്ട് കാലും ചൂട് വെള്ളത്തിലിട്ടാൽ മാറുമെന്നാ കേട്. നബി സുലൈമാൻ തന്റെ മിഹ്റാബിനകം മുളയ്ക്കുന്നതായി മരുന്നൊക്കെ എന്തൊരു കൗതുകം. എന്നിട്ട് മരുന്നുകളും പറഞ്ഞു നബിയനാ, ഞാൻ ഇന്ന രോഗത്തിന് ഞാൻ മറ്റൊന്നിനാ. പിന്നീടതെല്ലാം അന്ന് റിക്കാർഡാക്കി പഠിച്ചിട്ടു വൈദ്യന്മാര് മരുന്നുണ്ടാക്കി. അമരക്ക കൂടുതൽ തിന്നുവന്നാൽ പിന്നെ ബുദ്ധിക്ക് കേടുവരുന്നതാണേ പൊന്നേ. അതുപോലെ കോഴികൾ തിന്നു എന്നാൽ പിന്നത് മുട്ടയ്ക്കു കാത്തിരിക്കേണ്ട എന്നാണുള്ളത്. രക്തം ഒലിപ്പുള്ളേതു സ്ഥാനത്തോ ഇത് മുറിച്ചൊന്ന് തേച്ചാൽ നിൽക്കുമെന്നാണുള്ളത്. ചുമക്കേറ്റവും ഫലമുള്ളതാണേ ചുർക്കയും എന്നാണ് മഅ്മുൻ രാജനുള്ള അഭിപ്രായവും. ഏതൊന്നിനും ഉണ്ടെന്നറിഞ്ഞോ സീനത്ത്, ഷാബിന്റെ സീനത്താ സുഹൃത്തെ ഹിർഫത്ത്. പാലില്ല റബ്ബറിനെന്ന് കണ്ടാലാമരം, കണ്ണിന് കൗതുകമുള്ളതിൽ എന്താഹരം. ഇതിനോട് കൂടി ചൂട് പത്തിരി തിന്നലും കൃമിശല്യമുണ്ടാക്കുന്നതാണുദരത്തിലും. നീ തിന്നു തീർന്നിട്ടാകണേ വെള്ളം കുടി, അതുകൊണ്ട് കണ്ടെത്തുന്നതാ നേട്ടം തടി. ഉദരത്തിനുള്ളിൽ പുളിരസത്തിൽ ഉള്ളതും ശരിയല്ല പാലും കൂടി യോജിക്കാത്തതും. നദീജലത്തിൽ കിണർ വെള്ളം ചേർത്തതായി കുടിക്കുന്നതും തിബിൽ വിരോധം വന്നുപോയി. കനിഭക്ഷണത്തിനാദ്യമന്ത്യമിൽ മോശമാ, ആദ്യം ഉപദ്രവം കുഴവ് കൂടുതലന്ത്യമാ. മണിക്കുന്തിരിക്കം ഏറ്റവും ഫലമുള്ളതാ, അതുകൊണ്ട് വീട് പുകക്കലേറ്റം നല്ലതാ. അതിനാല ശൈത്താൻ വീട് വിട്ടൊഴിയുന്നതാ എന്നും ഹദീസിൽ നോക്കിയാൽ കാണുന്നതാ. മണിക്കുന്തിരിക്കം ഗർഭവതികൾക്ക് തുഴിമോ എന്നും ഹദീസിൽ തന്നെയുണ്ടെന്നിഴലമോ. അതുകൊണ്ട് കുഞ്ഞിന് ബുദ്ധി വർദ്ധിക്കുന്നതാ, കുട്ടി അഴകിൽ അമിതമായി കാണുന്നതാ. ഇതിനുള്ള മണമാകാശത്തേക്കുയരുന്നതാ, അമ്പിയാക്കൾക്കുള്ള ബുഖൂറിതാണെന്നുള്ളതാ. മണിക്കുന്തിരിക്കം ഒരു പവൻ തൂക്കത്തിലായി വെള്ളത്തിലിട്ടു പിഴിഞ്ഞു കുടി നീ നിത്യമായി. കഫക്കെട്ടു നീക്കാനെപ്പോഴും അത് നല്ലതാ, നിസിയാൻ സ്ഥലം വിടും ബുദ്ധിയും തെളിയുന്നതാ. കൂടാതെ ഗ്യാസിനും നല്ലതാണെന്നുണ്ട്, ദഹനത്തിനെത്ര ഫലപ്രദം അതിലുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഈസ നബിയെ കാണുവാൻ പ്രസവിച്ച രാത്രി മുതൽ തുടങ്ങി നടക്കുവാൻ. നബിദാനിയാൽ അവർക്കുള്ള ഗ്രന്ഥമിൽ നിന്ന്
ഗ്രഹിച്ചിട്ടുമുണ്ടവർ പുതിയതായി അറിവൊന്ന്. നജ്മൊന്ന് വെളിപെടും പുതിയതായി ആകാശമിൽ, ഒരു ദിവ്യനെ പ്രസവിക്കുമെന്നാ രാത്രിയിൽ. അതിനുള്ള ഉദയം കണ്ട നാൾ മുതൽ തേടി നടന്നിട്ട് സിറിയയിലും കടന്നവർ കൂടി. സിറിയയിലെ രാജൻ ചോദ്യമായവരോട്, ആരാണ് എന്തിന് പറയുവീനെന്നോട്? അപ്പോൾ അവർ തുറന്നിട്ടു സർവരഹസ്യവും. അത് കേട്ട് ഫറഹും കാട്ടി ഉള്ളിലമർഷവും. കുട്ടിക്ക് കണ്ടാൽ നൽകണം എന്തെങ്കിലും, അതിനുള്ള ഹദിയയും കണ്ടു രാജൻ അവരിലും. അത് കുന്തിരിക്കം, മീറ, പൊന്നിവ മൂന്നുമാ. ഇവ എന്തിനാ? അത് ഹദിയ നൽകാൻ മാത്രമാ. ഇവ മൂന്നിലെന്താ കണ്ടതും പ്രത്യേകത എന്നുള്ളതറിയാൻ വേണ്ടി രാജന് വ്യഗ്രത. ലോകത്ത് സർവ്വതിൽ സയ്യിദാണേ പൊന്നേ, അതുപോലെ സയ്യിദു തന്നെ മൗലൂദിന്നേ. ഫലമുള്ളതാണേ മീറ ചതവും മുറിവിനും, ശിഫയാക്കുമേ പല രോഗവും ഈമാന്യനും. മണിക്കുന്തിരിക്കത്തിൻ്റെ പുക കടക്കും സമാ, മറ്റുള്ളതിൻ്റെ പുകയ്ക്കിതല്ലത് വ്യക്തമാ. അതുപോലെ തന്നെ മാന്യനെയും ലിസ്സമാ, ഉയർത്തപ്പെടുന്നതും ഇവയിലെന്തർലീനമാ. ഫലമുള്ളതാക്കി തരണമേ നീ തന്നതും, അതുപോലിലാഹി ഫലമിലാക്ക് തരുന്നതും. ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിനും, അസ്റാറ് വെളിവാകുന്ന കാലം മുഴുവനും.